അല്ല ഹബീബി നമ്മൾ സജിക്ക് പെരുന്ന കുപ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിക്കാട്ട് വന്നിട്ടുള്ള പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മെന്റിൽക്കും എക്സ്പാൻഷ്യൽക്കും ഒന്ന് കയറി നോക്കി. രണ്ടോടത്തും അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലാത്ത നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അവിടെ നമ്മൾ നേരെ മാക്സിലേക്ക് കയറിയിട്ടാ. മാക്സിൽ നിന്ന് സജി 2-3 ടോപ്പ് എടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറി. പിന്നെ മോനെ കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞ സീൻ പോസ്റ്റ് ഒരു യുഗം കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് കാണാനില്ല. ഇതാണ് ഞാൻ ഇവരുടെ ഒപ്പം ഒന്നും ഡ്രസ്സ് എടുക്കാൻ പുറത്തു പോകാത്തത്. അങ്ങനെ മീനെടുത്ത് നടന്ന് കാലി കഴിച്ച എന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട ഒരു ചേച്ചി അവിടെ നിന്ന് ഒരു കസാര എടുത്ത് എനിക്ക് തന്നിട്ടാ. നിന്ന് പോസ്റ്റ് ആവണ പോലെ അല്ലാട്ടാ, ഇരുന്ന് പോസ്റ്റ് ആവാൻ അതിനേക്കാളും രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് അവിടെയുള്ള ഒരു ടോപ്പ് അവൾക്ക് ഇഷ്ടമായില്ല. അവിടെ പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് ചെന്നത് ഇച്ചുന്റെ വീട്ടിലേക്കാണ്. ലെമീൻ അവിടെ ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ നട്ടപ്പാറ വെയിലാണ്, വെറുതെ എന്തിനാ ചെക്കനെ ടാൻ അടിച്ച് കറുപ്പിക്കുന്നത്. അങ്ങനെ ലെമീൻ അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ വന്നത് സെന്റ് തോമസ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മാക്സോ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. ഇവിടെ മോനെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 3-4 ടോപ്പ് ഇട്ട് നോക്കിയപ്പോഴേക്കും അവൾക്ക് ഇഷ്ടമായ ഒരു സാധനം അവൾ നൈസായിട്ട് എടുത്തു. അൽഹംദുലില്ലാ ഹയർ. പിന്നെ കിഴക്കേക്കോട്ട വരെ വന്നല്ലേ, ഡാക്സിൽ ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഡാക്സിൽ പിന്നെ പറയണ്ടല്ലോ എപ്പോഴും കിടിലം വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഡാക്സിന്റെ മൂഡ്. ഡാക്സിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വെറും 5 മിനിറ്റ് കൊണ്ട് സജി വെറും 5 മണിക്കൂർ കൊണ്ടാണ് ഡ്രസ്സ് എടുത്ത് പെണ്ണുങ്ങളായിട്ടോ പെങ്ങളായിട്ടോ ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ചങ്ങായിമാർക്ക് പടച്ചോൻ ക്ഷമ നൽകുമാറാകട്ടെ. അമീൻ. അപ്പൊ